ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. വടകരയിൽ യുവതിയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതിന് സിഎക്കെതിരെ കേസ്. നാദാപുരം കൺട്രോൾ റൂം സിഎ സ്മിതേഷിനെതിരെയാണ് വടകര പോലീസ് കേസെടുത്തത്. യുവതിയും സിഎയും നേരത്തെ പരിചയമുള്ളവരായിരുന്നു. സിഎയുടെ മൊബൈൽ നമ്പർ യുവതി ബ്ലോക്ക് ചെയ്തതിലുള്ള വിരോധമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്താൻ കാരണമെന്നാണ് പരാതിയിൽ പറയുന്നത്. പീഡനത്തിനും മർദ്ദനത്തിനും ഇരയായ 36-കാരിയുടെ മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാറിലെ നളന്ദയിൽ വ്യാഴാഴ്ചയാണ് 36-കാരിയുടെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വീടുള്ള ജില്ലയിലെ ചാന്ദി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ രക്തത്തിന്റെ സാന്നിധ്യമില്ലാത്തതിനാൽ മറ്റെവിടെയെങ്കിലും വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് യുവതി ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായതായാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കാലിൽ 9 ആണികൾ അടിച്ചു കയറ്റിയിരുന്നു. മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഡൽഹി വിമാനത്താവളത്തിൽ സിഎഎസ്എഫ് വനിതാ ഹെഡ് കോൺസ്റ്റബിൾ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. ടെർമിനൽ 3-ലെ വാഷ്റൂമിൽ വെച്ചായിരുന്നു ആത്മഹത്യ. സർവീസ് പിസ്റ്റൾ ഉപയോഗിച്ച് സ്വയം വെടിവെക്കുകയായിരുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഉദ്യോഗസ്ഥയെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ ദൃശ്യാവിഷ്കാര പരിപാടിക്ക് എത്തിയ ആൾ തൂങ്ങി മരിച്ച നിലയിൽ. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി എം മധുസൂദനാണ് കൊല്ലത്ത് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രമോദ് പയ്യന്നൂർ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരത്തിലെ EK നയനാരുടെ വേഷം ചെയ്യാനാണ് കൊല്ലത്തെത്തിയത്. പരിശീലനത്തിന് വേണ്ടി സംഘങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വൈകിട്ട് ഹോട്ടൽ മുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് കാണാതായ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലം വീട്ടിൽ ജാനുവാണ് മരിച്ചത്. വയോധികയെ കാണാതായിട്ട് 7 ദിവസമായിരുന്നു. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ഇന്നലെ കാട്ടിൽ നിന്ന് വയോധികയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. വസ്ത്രം കണ്ടെത്തിയതിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വലിയ കൊല്ലി പള്ളിക്കുന്നിൽ മലയിൽ നിന്നാണ് വസ്ത്രം ലഭിച്ചത്. പോലീസിന്റെയും ടാക്സ് ഫോഴ്സിന്റെയും തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത്. എങ്ങനെയാണ് വയോധിക ഇവിടെ എത്തിയതെന്നത് സംബന്ധിച്ച് വ്യക്തത